സുഖമാണല്ലോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിന്നത്തെ വീഡിയോ തുടങ്ങിയാലോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഒരു ഹാപ്പി ചൈൽഡ് ഉണ്ടാകണമെങ്കിൽ ആ കുട്ടിയുടെ പാരന്റ് ഹാപ്പി ആയിരിക്കണം. ഒരു പോസിറ്റീവ് മൈൻഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാകണമെങ്കിൽ ആ കുട്ടിയുടെ പാരൻസ് പോസിറ്റീവ് മൈൻഡ് ഉള്ളവരായിരിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ പാരൻസിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് കുട്ടികളെന്ന്, അല്ലെ? കുട്ടികൾ നമ്മളെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ എത്രയൊക്കെ അവരുടെ മുന്നിൽ നമ്മൾ പോസിറ്റീവാണ്, നമ്മൾ ഹാപ്പിയാണെന്ന് നമ്മൾ അഭിനയിച്ച് കാണിക്കാൻ നോക്കിയാലും they can sense our real റിയൽ മൈൻഡ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ശരിക്കും നമ്മൾ എന്താണ് നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളത് അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ എത്രയൊക്കെ അഭിനയിച്ചാലും അവർക്കത് സെൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം കുറേയൊക്കെ നമ്മുടെ വിഷമങ്ങൾ നമ്മൾ ഉള്ളിലൊതുക്കി നമ്മൾ കുട്ടികളുടെ മുമ്പിൽ ഹാപ്പി ആയിട്ട് നമ്മൾ പെരുമാറുമെങ്കിലും നമ്മൾ അവരുടെ മുഖത്തോട്ട് നോക്കി നമ്മൾ തിരിയുന്ന സമയത്ത് നമുക്കുള്ള മാറ്റങ്ങൾ, വളരെ മൈന്യൂട്ടായിട്ടുള്ള മാറ്റങ്ങൾ പോലും കുട്ടികൾ ശ്രദ്ധിക്കും. സോ നമ്മളിങ്ങനെ അവരുടെ മുൻപിൽ അഭിനയിച്ച് കഷ്ടപ്പെടുന്നതിനേക്കാളും നമ്മുടെ ലൈഫിനെ ശരിക്കും ഒരു ഹാപ്പിനെസ്സിലോട്ട് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ അതല്ലേ നല്ലത്. അപ്പോൾ ഒരിക്കലും ഹാപ്പിനെസ് കൊണ്ടുതരുന്നത് പണമോ പിന്നെ മറ്റ് നേട്ടങ്ങളോ അല്ലെങ്കിൽ പദവിയോ ഒക്കെ ആണെന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഞാൻ ആഗ്രഹിച്ചൊരു പൊസിഷനിൽ എത്തിയാലേ എനിക്ക് സന്തോഷിക്കാൻ പറ്റൂ, എനിക്ക് ഇത്ര രൂപ കിട്ടിയാലേ എനിക്ക് സന്തോഷിക്കാൻ പറ്റൂ, അങ്ങനെ നമ്മളൊരു കോൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ വയ്ക്കാൻ പാടില്ല. പൈസ ഇല്ല എങ്കിൽ ഉറപ്പായി നമുക്ക് അതിൻ്റെതായ കഷ്ടപ്പാടും സങ്കടമൊക്കെ വരും. എങ്കിലും നമ്മുടെ ആ മൈൻഡിലുള്ള ഒരു ഹോപ്പ് ഉണ്ടല്ലോ, ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം. നമ്മൾ എന്തുമാത്രം കഷ്ടതയിലൂടെ പോയാലും നമ്മൾ ഹാപ്പിയാണ്, നമ്മളെപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കും എന്നുള്ളത് നമ്മുടെ മൈൻഡിന് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം. നമ്മൾ ആദ്യം നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കണം, ബി ഹാപ്പി, ബി പോസിറ്റീവ് എന്നൊക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ആയി മാറാൻ ശ്രമിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിൽ നിന്ന് വരുന്ന എനർജി പോസിറ്റീവ് എനർജി ആയിരിക്കും. അത് നമ്മുടെ കുട്ടിക്ക് കിട്ടുകയും ചെയ്യും. നമുക്കിങ്ങനെ കഷ്ടപ്പെട്ട് നമ്മളെ കുട്ടിയുടെ മുമ്പിൽ അഭിനയിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി വരുന്ന കുറച്ച് വീഡിയോസിൽ നമ്മുടെ മൈൻഡിനെ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം, അല്ലെ, എപ്പോഴും ഹാപ്പി ആക്കി എങ്ങനെ വെക്കാം, എന്തൊക്കെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ പരിശീലിക്കാം എന്നുള്ളതാണ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. കാരണം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ അതെന്താ പറയുക, എൻ്റെ മൈൻഡിനെ ഡൗൺ ആക്കുമ്പോൾ എൻ്റെ മക്കളും ഡൗൺ ആയി പോവുകയാണ്. മൂത്ത കുട്ടി നമ്മുടെ എന്താ പറയുക, ആലിസ് മാത്രമല്ല, ആലിഷും ഡൗൺ ആയി പോവുകയാണ് ഞാൻ ഡൗൺ ആയി പോകുമ്പോൾ. സോ ഞാൻ അവരുടെ മുന്നിൽ അഭിനയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ദേ ഗെറ്റ് ഇറിറ്റേറ്റഡ്. എന്താ പറയുക, അവർക്കത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അമ്മ ഹാപ്പി അല്ല എന്നുള്ളത്. സോ നമ്മൾ ആദ്യം നമ്മുടെ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കണം. നമ്മുടെ മൈൻഡിൽ നമ്മൾ ആവശ്യമില്ലാത്ത കുറച്ച് വാശി നമ്മൾ തന്നെ വെച്ചിട്ടുണ്ട്, അതങ്ങനെ ആയിരിക്കണം, അതിങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ആ വാശികളെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഫ്രീ ആവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, എന്താ പറയുക, എല്ലാവർക്കും നിങ്ങൾ പറയുന്നുണ്ടാവും, എല്ലാവർക്കും ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും, പക്ഷെ അത് പ്രവർത്തിക്കാനാണ് പാടുന്നത്. ഓബ്വിയസ്ലി അത് സത്യമാണ്, പ്രവർത്തിക്കാൻ വളരെ പാടാണ്, വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷേ കുറേയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ പതുക്കെ നമ്മളത് പ്രാക്ടീസ് ആയിക്കോളും. ഇല്ലേ, നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയാം. ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ വീട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുമല്ലോ. കല്യാണം കഴിയുമ്പോഴാണല്ലോ കൂടുതലും നമ്മൾ ഈ വീട്ടു ജോലി കാര്യങ്ങളിലൊക്കെ ഒരു പെൺകുട്ടി ഇടപെടുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാവരും കല്യാണം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അടുക്കളയിൽ പോലും കയറുന്നത്. സോ അപ്പോൾ ഞാൻ കുറേ വീട്ടു കാര്യങ്ങൾ എൻഗേജ്ഡ് ആയപ്പോൾ എൻ്റെ സ്വന്തം വീട്
ഞാൻ പരിപാലിച്ച് വെച്ചതിനേക്കാളും ഞാൻ ചേട്ടൻ്റെ വീട്ടിലെ കാര്യങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ ഒരു കാര്യം ചെയ്ത് തീർക്കാൻ, ഇപ്പോൾ ഒരു തൂക്കാനോ തുടയ്ക്കാനോ അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഒരുപാട് ടൈം എടുക്കും. പക്ഷെ അതൊക്കെ ഞാൻ ഇന്ന് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യും. കാരണം അത് അത്രയും ചെയ്തുള്ള എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് മാത്രമല്ല, നമ്മൾ കുറേയൊക്കെ നമ്മൾ ഓരോന്നിങ്ങനെ നമ്മൾ പഠിക്കും. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്കാണ് വേണ്ടതെന്ന് പറയുന്ന പോലെ നമ്മൾ കുറേ ഇങ്ങനെ ചെയ്ത് നമ്മൾ അതിൽ നിന്ന് ഓരോ ട്രിക്സ് പഠിക്കും. പിന്നെ നമ്മളതിനെ എന്താ പറയുക, വളരെ രസകരമായ രീതിയിൽ നമ്മളതിനെ സെറ്റ് ചെയ്തെടുക്കും നമ്മൾ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഞാനിപ്പോൾ കുറേ അതിനൊക്കെ ടൈം അത്രയും അത്രയും ടൈമൊന്നും എടുക്കുന്നില്ല. പിന്നെ അനാവശ്യമായ ചില വാശികളുണ്ടായിരുന്നു. അതിങ്ങനെ തന്നെ ഇരിക്കണം, അതിങ്ങനെ തന്നെ ചെയ്യണം, ആ കാര്യം ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പോക്കാണ്, അങ്ങനത്തെ ഉള്ള ആ വാശികളൊക്കെ കളഞ്ഞു ഒന്ന് ഫ്രീ ആയിട്ട് വിടാൻ തുടങ്ങി. അതിന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിലൊക്കെ നാളെ ചെയ്യാമല്ലോ, അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു കുറേ പിടിവാശികൾ ഒഴിവാക്കി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഈസിയാണ്. പക്ഷെ നമ്മൾ തീരുന്നില്ല. നമ്മൾ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് വരുമ്പോൾ നെക്സ്റ്റ് പ്രശ്നം ഉടലെടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ, ഓരോ കുരുക്കഴിച്ചഴിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ കുരുക്ക് അഴിക്കുമ്പോൾ നമ്മൾ അഴിക്കുന്ന രീതിക്കാണ്, അതായത് കുരുക്ക് അഴിക്കും തോറും നമ്മൾ തളർന്ന് ഡൗൺ ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓർക്കുക, നമ്മളൊരാൾ മാത്രമല്ല, പ്രത്യേകിച്ച് അമ്മമാരിങ്ങനെ തളർന്നുകൊണ്ടിരുന്നാൽ നിങ്ങൾ മാത്രമല്ല തളരുന്നത്, ആ ഹോൾ ഫാമിലി തളരും അല്ലേ. അമ്മയ്ക്ക് നമ്മുടെ വീട്ടിലൊരു അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ അന്ന് ഫുഡ് ഉണ്ടാകത്തില്ല. ഫുഡ് ഉണ്ടായില്ലെങ്കിലുള്ള അവസ്ഥ അറിയാലോ. ഫുഡ് മാത്രമല്ല, വീട് മൊത്തം കോലാഹലമായിരിക്കും. അതുപോലെ ആ അമ്മയുടെ മനസ്സ് ഡൗൺ ആണെങ്കിൽ അമ്മയുടെ മക്കളുടെ മനസ്സ് ഡൗൺ ആവും. മക്കളുടെ മനസ്സ് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, വീട്ടിനകത്ത് എന്താ പറയുക, ഒന്നെങ്കിൽ അവർ ആ ഒരു കുഞ്ഞു പിള്ളേരൊക്കെ ആണെങ്കിൽ ഡൗൺ ആകുമ്പോൾ അവർക്ക് ആ ഒരു ഇറിറ്റേഷൻ അവർ കരഞ്ഞ് പ്രകടിപ്പിക്കും, ഇല്ലെങ്കിൽ സിബ്ലിങ്സുമായിട്ട് വഴക്കുണ്ടാക്കി, അല്ലെങ്കിൽ ചില പിള്ളേർ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും, ഒരു കാര്യവും ചെയ്യത്തില്ല, പിന്നീട് അവരുടെ അക്കാഡമിക് സ്റ്റഡീസിൽ ബാധിക്കും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു പോകണമെങ്കിൽ വലിയൊരു ടോപ്പിക്കായി പോകും. സോ ഞാൻ ഇന്ന് നമ്മുടെ മൈൻഡിനെ ഒന്ന് ഹാപ്പിയാക്കി വെക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാനാണ് ആഗ്രഹിക്കുന്നത്. വേറെ ഒന്നല്ല, എല്ലാം വിട്ടുകൊടുക്കുക. വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ ലെറ്റ് ഗോ എന്നുള്ളൊരു കോൺസെപ്റ്റ്. അതായത് ഇപ്പോൾ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നടന്നില്ല, ഇല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു വ്യക്തി നമ്മളോട് ആഗ്രഹിച്ചതുപോലെ പെരുമാറിയില്ല, അങ്ങനെയൊക്കെയുള്ള ഓരോ സംഭവം നടക്കുമ്പോൾ നമ്മളിങ്ങനെ ഡൗൺ ആയിട്ടിരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടുകൊടുക്കുക. ആ ഒരു സംഭവം ആയിക്കോട്ടെ, ആ ഒരു വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തിയുടെ വഴിക്ക് വിട്ടുകൊടുക്കുക. ആ ഒരു സിറ്റുവേഷനെ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കുക. ലെറ്റ് ഗോ, മനസ്സിലായോ? വിട്ടുകൊടുക്കുക.